ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്ന് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഉറങ്ങി എണീറ്റ പാടെ ഞങ്ങൾ പോണത് ഇവിടെ അടുത്തൊരു പുഴയുണ്ട്. അത് ഫുള്ളായി നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിനക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഞങ്ങൾ പോയത് അവിടേക്കായിരുന്നില്ല. അവിടെ ബൈക്കിൽ കയറിയിരുന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ദൂരെ ഒരു പുഴയുണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. രാവിലത്തെ, അതായത് കുറച്ച് സമയം 6:30-7 മണി ആയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ പോയത്. നല്ല അടിപൊളി വൈബായിരുന്നു. റിഹു പിന്നെ ഒന്ന് നേരത്തെ എണീറ്റു. മദ്രസൻ്റെ മെസ്സേജ് അവധിയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തോ ഒരു മിസ്റ്റേക്കിൽ ഞാനത് കണ്ടില്ല. അപ്പോൾ അവൻ രാവിലെ മദ്രസയ്ക്ക് വിട്ടപ്പോൾ മദ്രസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവനെയും കൂട്ടി ഇങ്ങനെ രാവിലെ ഒന്ന് പോയതാണ്. നല്ല അടിപൊളി വൈബായിരുന്നു. പാലക്കാടിൻ്റെ ഭംഗി വേറെ തന്നെയാണെന്ന് മനസ്സിലായി. ഈ രാവിലെ ഈ മഴയൊക്കെ കൊണ്ട്, മഴ ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ ചാറലും തണുപ്പും നല്ല അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പുഴ കാണാൻ പോയതാണ്. അവിടെ ഒരു പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഈ വടക്കഞ്ചേരി ആ ഭാഗത്ത് ഒരു പുഴയാണ്. നല്ല ഒഴുക്കായിരുന്നു. ഇന്നലെയൊക്കെ പാലം മൊത്തം നിറഞ്ഞൊഴുകുമായിരുന്നു. ഇന്ന് കുറച്ച് കുറവാണ്, എന്നാൽ പോലും നല്ല ഒഴുക്കായിരുന്നു. എനിക്ക് അതായിരുന്നില്ല, ഈ പുഴ ഇങ്ങനെ ഒഴുകണതുണ്ട്, അത് കാണാം. പിന്നെ എനിക്ക് അവിടെ ഒരു അത്ഭുതമായി തോന്നിയത് ആ സൈഡിലൊക്കെ ഫുള്ളായിട്ട് വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കണം. റോഡിൻ്റെ അറ്റം വരെ. ഈ പുഴയ്ക്കൊക്കെ എത്ര വലുപ്പവും നീളവും ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാനതിങ്ങനെ കുറേ നേരം നോക്കി നിന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നോക്കി നിന്നു. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫസ്റ്റുള്ള ഒരു അനുഭവമാണ്. ഞാനിങ്ങനെ നമ്മൾ ഇക്കാക്ക നാട്ടിലൊന്നും ഇല്ലാത്ത മുന്നേ ഈ ന്യൂസിലൊക്കെ കാണുന്നല്ലാണ്ട് നമ്മളിങ്ങനെ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുള്ള അനുഭവമൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണാൻ വരുന്നത്, ഒരു പുഴ നിറഞ്ഞിങ്ങനെ കാണാൻ വരുന്നത്. അപ്പോൾ ഞാൻ അത് കുറേ നേരം നോക്കി നിന്നു, കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ സൈഡിലൊന്നും പോയി നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി നിന്നൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്നു. കുറേ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. വന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും, പോവും. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം നോക്കി നിന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് മംഗലാം ഡാം കാണാനാണ്. അവിടെ നല്ല ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ പോയതാണ്. അപ്പോഴാണ് ഈ പാടത്തിൻ്റെയും വരമ്പിൻ്റെയും മലകളിൻ്റെയൊക്കെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോ എടുത്തു. പാലക്കാട് സൈഡ് ഒരു മനോഹരമായ ഒരു ജില്ല തന്നെയാണ് പാലക്കാടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു പാലക്കാടിൻ്റെ ഭംഗി തന്നെ വേറെയാണ്. ഒരുപാട് സിറ്റി ടൗണുകളിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലാണ്ട് തനതായ ഗ്രാമഭംഗി കൊണ്ട് നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് പാലക്കാട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തു. മംഗലം ഡാമിന് കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന്. ഞങ്ങൾ പോണ വഴിക്ക് കുറേ കാഴ്ചകൾ കണ്ടു, കുറേ വീടുകൾ കണ്ടു. ഇതവിടെ കൂർക്ക കൃഷിയാണെന്ന് പറഞ്ഞു വെക്കാക്ക, എനിക്കറിയില്ല എന്തോ കൃഷി, എനിക്ക് വെറൈറ്റി ആയി തോന്നി. പിന്നെ റിഹു ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അവന് മദ്രസ ഇല്ല, ഇന്നിപ്പോൾ നാളത്തെ സ്കൂളില്ല, അവനിക്ക് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിവിടെ മംഗലം ഡാമെത്തിയപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ ഡാം കാണാൻ പറ്റും. ഷട്ടർ കുറച്ച് അങ്ങോട്ട് പോകണം. ഇത് ഡാമാണ് കാണാൻ പറ്റണത്. സോ ഡാം വെള്ളം നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് നമ്മളങ്ങനെ കാണാൻ അത്ര സാധിക്കില്ല. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണം, അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായി പറയാം. എനിക്ക് നടക്കാനേ വയ്യ, ഒരുപാട് നടക്കാൻ. ഇവിടെ പാലക്കാടുള്ളവരൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ടാവും, പുറത്തുള്ളവർക്കൊന്നും കാണാൻ ചാൻസ് ഇല്ല. നിറയെ നടക്കാനുണ്ട്. രാവിലെ എണിച്ചിട്ട് ഒരു മുന്നറിയിപ്പിലാണ് ഞങ്ങൾ വന്നതാണ്. വെറുതെ ഒന്ന് ജസ്റ്റ് പുഴ നിറഞ്ഞത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ലാസ്റ്റ് ഇതാ ഞങ്ങളിവിടെ മംഗലം ഡാം എത്തി. ഇവിടെ ഫുള്ള് നല്ല വെള്ളമാണ്, കാണിച്ചു തരാം. ബാപ്പിമാരെ അവിടെ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്, കാണിച്ചു തരാം. ഡോണ്ട് മിസ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കണ്ടത്, ഭയങ്കര ഭംഗിയായിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനെ അറിയുന്നില്ല. മേലെ കോട, മഞ്ഞ്, മല, താഴെയുള്ള ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു കളറ് പോലും, ആ ഒരു കളർ ഷെയ്ഡ് പോലും ഭംഗിയുള്ളതായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. രാവിലെ ഉറങ്ങി എണീച്ചിട്ട്
രാവിലെ ഒരു ഐഡിയ ഇല്ല ഗൈസ്. രാവിലെ എണീച്ചോട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ട്, അതൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളവിടെ വേറൊരു പുഴ കാണാൻ പോയി. പിന്നെ അവിടെ നിന്ന് ഇത് അടുത്തായിരുന്നു, അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നൊരു യാത്രയായിരുന്നു മംഗലം ഡാമിലേക്ക്. വേസ്റ്റ് ഒന്നും ആയില്ല, നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് അതാ ട്യൂഷൻ പിള്ളേരെ തലാൻ ചോറിലൊക്കെ പൊട്ടിച്ചു തന്നാണ്. അത് പിന്നെ വാങ്ങിച്ചില്ല, അത് അവിടെ തന്നെ കളഞ്ഞു. റിഹു അത് എടുത്ത് കളഞ്ഞു. ഇക്കാക്ക ബൈക്കിൻ്റെ ബാക്കിലൊക്കെ എന്തൊക്കെയോ ഐ ബുക്ക് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ കുർബാന കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയപ്പോൾ പിന്നെ ഭയങ്കര മഴ പെയ്തു. കറക്റ്റ് മഴ പെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഷെഡ് കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു, അവിടെ കുറച്ച് നേരം മഴ പോണ വരെ ഇരുന്നു. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്തു. കുറേ വീഡിയോസ് ഇങ്ങനെ ഞാൻ പോണ സമയത്തൊക്കെ എടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് കണ്ണിലൊടക്കിയാലോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾ മംഗലം ഡാമിൽ പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ എൻട്രൻസ് ആണ് മംഗലം ഡാമിൻ്റെ. അപ്പോൾ അത് ഇടയിൽ കയറി വന്നു. ഇത് 2 ഫോണിലും മാറി മാറി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. സോ ഗൈസ് ക്ഷമിക്കുക. സോ ഞങ്ങൾ പിന്നെ യാത്ര ചെയ്തു. പിന്നെയും ഈ ബൈക്കിൽ പോണതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് കേട്ടോ. അടിപൊളി വൈബാണ്. രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ നടക്കുക. പാപ്പിമാരെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സോ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഒരു കാട്ടിനുള്ളിൽ നടന്നു പോണ പോലെ ഉണ്ട് എനിക്ക് ശരിക്കും. ഇത് നേരത്തെ പറഞ്ഞില്ല, ഇടയിലിടയിൽ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ ഇത് ഡാമിൻ്റെ കറക്റ്റ് ഒരു വീഡിയോ എടുത്താണ്. നല്ല അടിപൊളി വൈബായിരുന്നു. സോ മംഗലം ഡാം ഇവിടെ അടുത്തുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാരും കണ്ടിട്ട് പോയിട്ടുണ്ടാവും. ഞങ്ങൾ ലേറ്റ് കമേഴ്സ് ആണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ടിക്കറ്റ് കൗണ്ടറേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സൈഡിൽ കൂടെ അങ്ങനെ വന്നതാണ്. ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇങ്ങനെ കയറി പോണ വഴികളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ പോണ ആൾക്കാരുണ്ടാവും തോന്നണു. പിന്നെ പാടവും ഈ പച്ചപ്പും ഈ മലയും ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. സോ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു. വഴിയിലെല്ലാവിടെയും ഫുള്ളും വെള്ളമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇടയിൽ വിശന്നപ്പോൾ ഇക്കാക്ക ഫ്രെയിംസ് മേടിച്ച് കഴിക്കുകയാണ്. വീടെത്തിയിട്ടാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. സോ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.